ദിലീപിന്റെ കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി കോടതിയുടെ കയ്യിലിരിക്കുമ്പം ആരോ പരിശോധിച്ചു. അതിനെ സംബന്ധിച്ച് ഫോറൻസിക്കിന്റെ ഒരു റിപ്പോർട്ട് കോടതിയിൽ വന്നു. ആരാണ് പരിശോധിച്ചതെന്നറിയില്ല. അത് 9/1/2018 അങ്കമാലി കോടതിയിൽ ഇത് ചാർജ് ഷീറ്റ് കൊടുത്തപ്പം അവിടെ ആരോ അത് പരിശോധിച്ചിരിക്കുന്നു. പിന്നീട് അത് കമ്മിറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ എടുത്തു വന്നപ്പം 11/12/2018 അവിടെയോ ആരോ പരിശോധിച്ചിരിക്കുന്നു. പിന്നീട് 29/1/2021 ട്രയൽ കോടതിയിൽ രാത്രി 12:30 മണിക്ക് ആരോ പരിശോധിച്ചിരിക്കുന്നു. മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നിരിക്കുന്നു. പരിശോധിച്ച ഡേറ്റും ടൈമും ഒക്കെ അതിനകത്തുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിവരം നേരത്തെ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു. ആ മൊബൈല് ഹൈക്കോടതി സമർപ്പിക്കാൻ പറഞ്ഞിട്ട് അത് സമർപ്പിക്കാതെ 2 മൊബൈല് ബോംബെ കൊണ്ടുപോയി അത് ഡിലീറ്റ് ചെയ്ത് കിടന്നു. പക്ഷേ പോലീസ് അത് റിട്രീവ് ചെയ്തെടുത്തു. ഫോറൻസിക്സ് എക്സ്പെർട്ട് ഇതിനകത്തെ ഈ മെമ്മറി കാർഡ് 3 സ്ഥലത്ത് വെച്ച് അങ്കമാലി കോടതിയിലും പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലും ഇപ്പോഴത്തെ ട്രയൽ കോടതിയിലും ഇത് ആരോ ടാമ്പർ ചെയ്തു, ആഷ് വാല്യൂ വ്യത്യാസം വന്നിരിക്കുന്നു, ആരോ അതിൻ്റെ കോപ്പി എടുത്തു എന്ന് മനസ്സിലായി. അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് വിചാരണ കോടതി കൊടുത്തിട്ട് 2020 ആ വിചാരണ കോടതിയിൽ വന്ന റിപ്പോർട്ട് പോലീസിന്റെ റിപ്പോർട്ട് അവിടെ കൊടുത്തു. ഇത് പരിശോധനയ്ക്ക് അയക്കണം. വിചാരണ കോടതി അത് മൈൻഡ് ചെയ്തില്ല. 2020 ഫെബ്രുവരി വരെ വിചാരണ കോടതി അത് അന്വേഷിക്കാതെ അതേപ്പറ്റി ഒരു ഉത്തരവ് പിടിപ്പിക്കാതെ അവിടെ ഇരുന്നു. തുടർന്ന് ആ വിവരം ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും എത്തി. അത് സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ച് ഹൈക്കോടതി ആ മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂവിനെ പറ്റി ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയെ ആ അന്വേഷണം നടത്താനായിട്ട് ഏൽപ്പിച്ചു. അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ എത്തി. 30 ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ കോപ്പി ലഭ്യമായില്ല. ഹൈക്കോടതിയിൽ അത് അവിടെ കിടന്നു. അതിജീവിതം വീണ്ടും ഹൈക്കോടതിയിലെത്തി. തനിക്ക് അതിൻ്റെ കോപ്പി വേണം, ആ റിപ്പോർട്ടിൻ്റെ കോപ്പി വേണം. ഒരു വിക്ടിമാണ് PW ഒന്നാണ്, പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1 അവരാണ് പരാതിക്കാരി. അവർക്ക് അവരുടെ കേസിനെ ആധാരമാക്കുന്ന എല്ലാ റെക്കോർഡിൻ്റെയും കോപ്പി അവർക്ക് തന്നെ ലഭിക്കണം. പക്ഷെ ഹൈക്കോടതി ഇത്രയും ദിവസമായിട്ട് അവരെ ആ റിപ്പോർട്ട് വിചാരണ കോടതിക്ക് മടക്കിയില്ല. അതുകൊണ്ടായിരിക്കണം ഹൈക്കോടതി തന്നെ അവരുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇന്ന് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദിലീപിൻ്റെ അഡ്വക്കേറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു. തങ്ങൾക്ക് ഒരു കോപ്പി വേണം എന്ന് അവർ ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി അത് കൊടുത്തില്ല. പകരം ആ വിക്ടീമിനെ തന്നെ അതിൻ്റെ കോപ്പി കൊടുക്കാൻ, വാദിക്ക് തന്നെ കോപ്പി കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവായി. ഒരു പ്രതിക്ക് വളരെ കൂടുതൽ സൗജന്യങ്ങൾ ഈ കോടതിയിലും പരിസരത്തു നിന്നും ലഭിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാ സംഗതിക്കും ഒരു പ്രതി കയറി ഒബ്ജക്ഷൻ പറയുകയാണ്. അതിജീവിതയുടെ കേസിനകത്ത് ആ പ്രതി ഇപ്പം പറയുന്നത് പ്രതിക്ക് കോപ്പി കൊടുക്കണം, അവർക്ക് കൊടുക്കാൻ പാടില്ല. ഏത് നിയമസംഹിതയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രതിക്കുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അനുസരിച്ച് ഇപ്പോൾ പ്രതിക്ക് ആ കുറ്റചാർജിൻ്റെ കോപ്പികളെല്ലാം കൊടുത്തു. ഏതൊക്കെ കാര്യങ്ങളാണ് ആധാരമാക്കുന്നത് കോടതി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ, അതിൻ്റെ എല്ലാ റെക്കോർഡുകളും കൊടുത്തു.
ഇപ്പം പ്രതിയുടെ ആരോ ഇത് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്നുള്ള സംശയത്തിൽ ആണ് അതിൻ്റെ ഒരു എൻക്വയറി വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രതിക്ക് ഒരിക്കലും അത് കൊടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിചാരണ കോടതിയിൽ ഇതിൻ്റെ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കാനും ഉത്തരവായി. വളരെ ദൂരവ്യാപകമായ ഫലം, ദൂരമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കോടതിയിലിരിക്കുന്ന ഒരു തൊണ്ടി വസ്തു വേറെ ആർക്കും ടാമ്പർ ചെയ്യാൻ കഴിയില്ല. അത് കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി അറിയാതെ അത് ആരെങ്കിലും ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ അന്വേഷണത്തിന് കോടതി തന്നെ ഉത്തരവിടണം. പക്ഷേ വിചാരണ കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവും ഉണ്ടായില്ല. അതുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയിൽ പോയത്. ഇവിടെ ടാമ്പർ ചെയ്തിരിക്കുന്നു, അതിനുള്ള എവിഡൻസ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഹാഷ് വാല്യൂവിന് വ്യത്യാസമുള്ളത് കൊണ്ട് അതേപ്പറ്റി 3 കോടതിയിലും ടാമ്പർ ചെയ്തിരിക്കുന്നു ഈ തൊണ്ടി വസ്തു. അതുകൊണ്ടാണ് അതേപ്പറ്റി ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ പോയി. അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കേരള ഹൈക്കോടതി അത് പരിശോധനയ്ക്ക് വിട്ടു. അതിൻ്റെ റിപ്പോർട്ടും കേരള ഹൈക്കോടതി വന്നു. അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കണമെന്ന് അതിജീവിത പറഞ്ഞത്. എന്തായാലും കോപ്പി കൊടുക്കാൻ ഉത്തരവായി. അതിനകത്ത് ഇനി എന്താണ് ആ റിപ്പോർട്ടിനകത്ത് ഉള്ളത്, ഈ 3 ദിവസത്തെ ടാമ്പറിങ്ങിനെ പറ്റി ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തത് എന്നുള്ള വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വെളിയിൽ വരും.